Hey guys, Abhayana. This is my first travel vlog destination to Shabarimala. വലിയൊരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. ഇതാണ് നമ്മുടെ ടീം. യാത്ര തുടങ്ങി. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്പർ 1 ഓച്ചിറ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ട് ഉത്സവം നടക്കുന്ന അമ്പലമാണ് ഓച്ചിറ. ശബരിമലയിലോട്ട് പോകുന്നവരും വരുന്നവരും കയറുന്ന ഒരു അമ്പലങ്ങളിൽ ഒന്നാണിത്. ഇവിടുന്ന് നല്ല ചൂട് ബജ്ജിയും നല്ല തണുത്ത നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങൾ യാത്രയായി. അവിടുന്ന് 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷൻ നമ്പർ 2 പന്തളം അമ്പലം. അമ്പലത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നതാണ് പന്തളം കൊട്ടാരം. അമ്പലത്തിന്റെ പുറകിലൂടെ വലിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഇവിടുന്ന് എല്ലാവരും കൂടെ നേരെ പോയത് പന്തളം തൂക്കുപാലം കാണാനായിട്ട്. ഈ പാലത്തില് 50 പേരിൽ കൂടുതൽ കയറ്റിവിടത്തില്ല. അതുപോലെ തന്നെ ഇതിലൂടെ കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പാലം തന്നെ ഇത്. സമയം 2 മണിയായപ്പം കഴിക്കാൻ കയറി. കുറച്ച് പേര് ചോറ് ഓർഡർ ചെയ്ത്, കുറച്ച് പേര് ദോശ ഓർഡർ ചെയ്ത്. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് യാത്രയായി. ഡെസ്റ്റിനേഷൻ നമ്പർ 3 ചെങ്ങന്നൂർ ടെമ്പിൾ. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഉപസിദ്ധ മന്ദിരം എന്നറിയപ്പെടുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. ആർത്തവം ആഘോഷമാക്കുന്ന അമ്പലങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം. അമ്പലത്തിനോട് കുറച്ച് മാറി ഒതുങ്ങി വലിയൊരു കടവുണ്ട്. ഇതിലാരും അങ്ങനെ ഇറങ്ങാറില്ലെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാടോട് മൂടപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. ഇതിൽ ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെങ്ങന്നൂർ അമ്പലവും അമ്പലത്തിന്റെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്പർ 4 ആറന്മുള ടെമ്പിൾ. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള അമ്പലം. ആറന്മുള കണ്ണാടിയും ആറന്മുള വള്ളസദ്യയും ഈ അമ്പലത്തിന്റെ പേര് പോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്. ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്ര മുൻഭാഗം മല്ലശ്ശേരിപ്പുഴ പഞ്ചായത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ കൊല്ലവും ശബരിമലയിലേക്കുള്ള തങ്കാങ്കി വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ അമ്പലത്തിൽ നിന്നാണ്. ഈ ക്ഷേത്രം പാണ്ഡവരിൽ ഒരാളായ അർജുനൻ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ യാത്രയായി. രാത്രി 9 മണിക്ക് മുന്നേ നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്പർ 5 ആയ എരുമേലിയിലെത്തി. ഇവിടെ നമ്മൾ ഒരുപാട് നേരം നിന്നില്ല, കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് പുൽമേട് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. സമയം 2 മണിക്ക് ഇപ്പുറം വെച്ച് നമ്മൾ പുൽമേടിലെത്തി. അവിടെ ആ ബസ്സിൽ തന്നെ ഞങ്ങൾ കടന്നുറങ്ങി. രാവിലെ 6:30 ആയപ്പോൾ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോയി. ഓരോരുത്തരും ഓരോ വഴിക്ക്. പുൽമേടിലോട്ട് കയറുന്നതിന് താഴെ ഒരു ക്ഷേത്രമുണ്ട്. കാലാവസ്ഥ ഒട്ടും തന്നെ അനുകൂലമല്ലായിരുന്നു. മേഘം മൂടപ്പെട്ട ചെറിയ മഴയോടുകൂടി അന്തരീക്ഷമായിരുന്നു അന്ന്. ഇനിയാണ് യുദ്ധം തുടങ്ങുന്നത്. 12 കിലോമീറ്റർ. പുൽമേട് കയറുമ്പോഴുള്ള ഈ ഒരു പാതയുണ്ടല്ലോ, അത് കഠിനമായിട്ടുള്ള പാതയാണ്. കല്ലും മുള്ളും എല്ലാം നിറഞ്ഞൊരു പാത. ഈ കല്ലും മുള്ളും എല്ലാം സഹിച്ച് ഏറ്റവും മലയുടെ ടോപ്പ് വരുമ്പോഴല്ലോ കാണുന്ന കാഴ്ച പറയേണ്ടത് തന്നെ. നീണ്ട് നിവർന്ന് കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന മലനിരകൾ. ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നു. ഞങ്ങൾ മല കയറിയ ദിവസം നല്ല മഴ ഉണ്ടായതുകൊണ്ട് പോകുന്ന വഴിയെല്ലാം തെറ്റിക്കടന്നത്. എല്ലാവരും കൂടെ സംസാരിച്ച് ഇങ്ങനെ മല കയറുമ്പോൾ നമ്മൾ ശരിക്കും വേദന അറിയത്തില്ല. കാലിനൊക്കെ നല്ല വേദന ഉണ്ടായപ്പോൾ നമ്മൾ അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റിലൊക്കെ പോലീസുകാർ നമുക്ക് കുടിക്കാൻ വേണ്ടി ചൂട് വെള്ളം തരുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കൊക്കെ പുലി ഇറങ്ങാറുള്ള സ്ഥലവും കൂടെ. എപ്പോഴൊന്നുമില്ല. അന്ന് ചെറിയ മഴ ഉണ്ടായതുകൊണ്ട് നമുക്ക് വന്യമൃഗങ്ങളെയൊന്നും അടുത്ത് കാണാൻ പറ്റില്ല. ദൂരെ അങ്ങ് മലയുടെ അപ്പുറം കാട്ടുപോത്ത്, മാന്, പിന്നെന്താ ആന, അങ്ങനെയൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റി. നടന്ന് സന്നിധാനം അടുക്കാറായപ്പോൾ ഉണ്ടല്ലോ വഴിയുടെ മട്ട് മാറി. എല്ലാം ഉരുളൻകല്ല് കൊണ്ട് നിറഞ്ഞുള്ള വഴിയായി മാറി. നടക്കാൻ ഭയങ്കര പാടായി. കാലിന് വേദന കൂടി. ഇടയ്ക്ക് ചെക്ക് പോസ്റ്റിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു. പിന്നെയും വഴിയിലൂടെ നടന്ന് വഴിയുടെ വലിപ്പം കുറഞ്ഞ് ചെറിയ വഴിയായിട്ട് ചുരുങ്ങി. അപ്പോഴേക്കും ഒരു വഴിയായി. അങ്ങനെ ഒടുവിൽ നമ്മൾ സന്നിധാനമെത്തി.
ഈ കാണുന്ന ചെറിയ ഒഴുക്ക് വെള്ളത്തിൽ നല്ലപോലെ കുളിച്ച് നീരാടിയിട്ട് ഞങ്ങളെല്ലാവരും നേരെ സന്നിധാനത്തോട്ട് നടന്ന് അയ്യപ്പനെ കാണാനായിട്ട്. ഫൈനലി നടന്ന് ക്യൂവിനകത്ത് കയറി തിരക്കില്ലാതെ, വലിയ തിരക്കില്ലാതെ 18-ാം പടി 18 പടിയും തൊട്ട് തൊഴുത് കയറാൻ പറ്റി. അയ്യപ്പനെ നല്ലപോലെ കാണാൻ പറ്റി. പുൽമേട് വഴി വന്നതുകൊണ്ടാവാം താഴെയൊക്കെ നല്ല ക്യൂ ആയിരുന്നു, നല്ല ക്യൂ. അതൊന്നും വലിയ കുഴപ്പമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി തൊഴാൻ പറ്റി. അങ്ങനെ സന്നിധാനത്തിന് തന്നെ അരവണയും കാര്യങ്ങളും എല്ലാം മേടിച്ച് ഞങ്ങളൊരു 6 മണി അടുപ്പിച്ച് ഞങ്ങൾ മല ഇറങ്ങാൻ തുടങ്ങി. ഇവരെല്ലാം പമ്പ വഴി വന്ന് ക്യൂ നിൽക്കുന്നവരെ, ഇവരെല്ലാം ഇനി എപ്പം തൊഴുതിറങ്ങുമെന്ന് അറിയില്ല. എങ്ങനെയൊക്കെ പോയാലും നല്ല സമയം നിൽക്കേണ്ടി വരും. ഞങ്ങൾ പുൽമേട് വഴി വന്നത് കൊണ്ട് വലിയ തിരക്കൊന്നും അറിയേണ്ടി വന്നില്ല. 1 മണിക്കൂർ കൊണ്ട് തൊഴുതിഞ്ഞിറങ്ങി. അങ്ങനെ പെട്ടെന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയെല്ലാം നനഞ്ഞ് ഞങ്ങൾ പമ്പ, അതായത് മല ഇറങ്ങാൻ തുടങ്ങി. ഒരു 9-9:30 ആയപ്പോൾ ഞങ്ങൾ മല ഇറങ്ങി. അപ്പം 18-ാം പടി ചവിട്ടി തൊഴാൻ തുടങ്ങിയാണ് മുതലുള്ള വീഡിയോ ഞാൻ ഒരാൾക്ക് എടുത്തില്ല. കാരണം അന്നേരം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ ക്യൂ ഒന്നും നിൽക്കാതെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. അവിടുന്ന് തന്നെ അരവണയും മേടിച്ച് തൊഴുന്നിറങ്ങിയപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്നിട്ട് പിന്നെയും മഴ തൊഴുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ ഫോണൊക്കെ ഒരു ബാഗിനകത്താക്കി കവറിനകത്ത് സേഫ് ആക്കിയിട്ട് അവിടുന്ന് മല ഇറങ്ങി, അതായത് പമ്പയിലോട്ട് ഇറങ്ങി. ഒരു 9, ഞങ്ങൾ 5:30-6 മണിക്ക് മുന്നേ ഞങ്ങൾ തൊഴുതിറങ്ങിയത്. പമ്പയെ ഞങ്ങൾ എത്തിയപ്പോൾ 10 മണിയായി. പമ്പയിൽ വന്നിട്ട് അവിടുന്ന് ഞങ്ങളുടെ ബസ് കിടന്നത് നിലയ്ക്കലായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു KSRTC കയറി നിലയ്ക്കലെത്തി. നിലയ്ക്കലിന് ബസ് എടുത്ത് നേരെ ഞങ്ങൾ ഓച്ചിറ വന്ന് പൊരിയും കാര്യങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാ കടകളും അടച്ചു. അന്ന് നമ്മുടെ നാട്ടിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ആകെപ്പെട്ട് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. ആകെ മേടിച്ചത് അരവണ മാത്രം. പിന്നെന്താ, പിറ്റേ ദിവസം കുളിച്ച് റെഡിയായി ഓച്ചിറയിൽ പോയി പൊരിയും കാര്യങ്ങളെല്ലാം മേടിച്ച്. അങ്ങനെയാണ് പിന്നെ വീട്ടുകാർക്കും അയലക്കാർക്കും ഒക്കെ കൊടുക്കേണ്ടി വന്നത്. അപ്പം ഈ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.